ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സഭാ നേതൃത്വം ചത്തുമലച്ച് കിടക്കുകയാണ്. മൃതസംസ്കാരം അതിൻ്റെ സമയം പിന്നീട് അറിയിക്കുന്നതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ പടച്ചുവിടുന്ന പ്രചരിപ്പിക്കുന്ന നുണകളെ തൽക്കാലം വിട്ടിട്ട് നമുക്ക് അല്പനേരം സത്യം സംസാരിക്കാം, സത്യം കേൾക്കാം. വിശുദ്ധ നാട്ടിൽ ഇസ്രായേലിൽ ദ്വിരാഷ്ട്രം ഒരു പരിഹാര മാർഗമാണോ? പാലസ്തീനികൾക്കൊരു രാഷ്ട്രം, ഇസ്രായേലിനൊരു രാഷ്ട്രം. ചരിത്രത്തിൽ 5 പ്രാവശ്യമെങ്കിലും ഈ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. 1897 യഹൂദ ജനം ചിലർ സയണിസ്റ്റ് മൂവ്മെൻറ്റ്, സയണിസ്റ്റ് മുന്നേറ്റം തുടങ്ങിയാണ്. അതോടെ യഹൂദന്മാർ, ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറിക്കപ്പെട്ട, ക്രിസ്തുവർഷം 70 ചിതറിക്കപ്പെട്ട യഹൂദന്മാർ തങ്ങളുടെ മാതൃരാജ്യമായ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു. 1914 ഓട്ടോമൻ സാമ്രാജ്യം 1-ാം ലോക മഹായുദ്ധത്തോടെ പരാജയപ്പെട്ട് അസ്തമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ മധ്യപൂർവേഷ്യ മുഴുവനായും കീഴടക്കി. 1922 ലീഗ് ഓഫ് നേഷൻസ് എന്ന പ്രക്രിയയുടെ ഭാഗമായിരുന്നു ബ്രിട്ടൻ്റെ ഈ അധിനിവേശം. മാത്രമല്ല, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇടനാഴിയാണ് മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ കടൽ. അത് ബ്രിട്ടനെ ചെറുതായിട്ടൊന്നുമല്ല പ്രലോഭിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ 1-ാം ലോക മഹായുദ്ധകാലത്ത് 1917 യഹൂദരാഷ്ട്രം തുടങ്ങുന്നതിനെക്കുറിച്ച് ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. ബാൽഫർ ഡിക്ലറേഷൻ എന്നാണ് അത് ഇപ്പോൾ അറിയപ്പെടുന്നത് പോലും. 1917 ബ്രിട്ടൻ്റെ അധീനതയിലുള്ള പാലസ്തീനായിൽ 1936 മുസ്ലിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരിഞ്ഞു. എന്തുകൊണ്ടാണ് തിരിഞ്ഞത് എന്നറിയാൻ 1937 പിറ്റത്തെ വർഷം പീൽ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ ബ്രിട്ടീഷ് സാമ്രാജ്യം നിയോഗിച്ചു പഠിക്കാനായി. ഒരു രാജ്യത്തിനുള്ളിൽ സമാധാനത്തിൽ ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ലെന്ന് കണ്ട്, മുസ്ലിങ്ങൾക്കും ഇസ്രായേൽക്കും ഒരു രാജ്യത്തിനുള്ളിൽ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് കണ്ട് 2 രാജ്യങ്ങൾ സൃഷ്ടിക്കുക. ഒന്ന് മുസ്ലിങ്ങൾക്ക്, അവർക്ക് 80% ഭൂമി പാലസ്തീനയിലെ, മറ്റത് യഹൂദന്മാർക്ക് 20% ഭൂമി. ഇങ്ങനെയാണ് പീൽ കമ്മീഷൻ നിർദ്ദേശിച്ചത്. 1937 80% ഭൂമി മുസ്ലിങ്ങൾക്ക്, പാലസ്തീനികൾക്ക്, മറ്റത് 20% യഹൂദർക്ക്. ഇസ്രായേൽ 1937 ഇത് അംഗീകരിച്ചു. പക്ഷേ പാലസ്തീനിയൻസ്, അറബികൾ, മുസ്ലിംസ് അത് സമ്മതിച്ചില്ല. അവരുടെ രീതി എന്താണ്? സായുധ കലാപം, യുദ്ധം. ആ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. 1947 ഐക്യരാഷ്ട്രസഭ ഈ ദ്വിരാഷ്ട്ര ഫോർമുല വീണ്ടും അവതരിപ്പിച്ചു. അപ്പോഴും ഇസ്രായേൽ സമ്മതിച്ചു, പാലസ്തീനികളായ അറബികൾ സമ്മതിച്ചില്ല. അവർ യുദ്ധം തുടങ്ങി. 1948 യുദ്ധം. ഈജിപ്റ്റ്, ലെബനൻ, സിറിയ, യോർദാൻ എന്നിവരെല്ലാം പാലസ്തീനികൾക്ക് അനുകൂലമായി യുദ്ധത്തിൽ പങ്കാളികളായി. എന്നാൽ നമുക്കറിയാം, ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിച്ചു. ബ്രിട്ടൻ പിൻവാങ്ങി. പുതിയ ഇസ്രായേൽ ദേശരാഷ്ട്രം നിലവിൽ വന്നു. ദ്വിരാഷ്ട്ര ഫോർമുലയിലെ ഒരു രാഷ്ട്രം നിലവിൽ വന്നു, ഇസ്രായേൽ. പാലസ്തീനിയൻ അറബികൾക്ക് അപ്പോഴും ദേശരാഷ്ട്രം വേണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് യുദ്ധമായിരുന്നു. സമാധാന മതക്കാരാണല്ലോ അവർ, അതിനാൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ യുദ്ധമായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഈ യുദ്ധത്തിൽ ജയിച്ച ഇസ്രായേലിന്, മുമ്പ് ഇത് 20% വിജയിച്ച ഇസ്രായേലിന് ഇപ്പോൾ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ 40% കിട്ടി. യെറൂസലമിൻ്റെ പടിഞ്ഞാറ് വശം ഇസ്രായേലിന് 40%. കിഴക്ക് വശം നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സമരിയാണത്, പഴയ സമരിയ, അത് യോർദാന്. ഈ 1948 യുദ്ധത്തിൻ്റെ കാര്യം പറയണേ. പഴയ സമരിയ ഇപ്പോൾ അറിയപ്പെടുന്നത് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നതാണ്. ആ സ്ഥലം യോർദാൻ കൈയടക്കി വെച്ചു. ഗട്സ, ഇപ്പം നമ്മൾ ഗട്സ എന്ന് പറയുന്നുണ്ടല്ലോ, ഗാസ എന്നല്ല പറയണേ, ഗട്സ എന്നാണ് ശരിക്ക്. അത് ഈജിപ്റ്റ്
പക്ഷേ ഈജിപ്റ്റ് ഒരിക്കലും അത് ഈജിപ്റ്റ് രാജ്യത്തിൻ്റെ ഭാഗമാക്കിയില്ല. പക്ഷേ ഈജിപ്റ്റ് കൈവശം വെച്ചു. ഇപ്പം നമ്മൾ പറയുന്ന ഈ ഗാസ എന്ന് പറയുന്ന ഗട്സ പണ്ടത്തെ ഫിലിസ്തീനയുടെ പഞ്ചനഗരങ്ങളിൽ ഒന്നാണിത്. 1967 വീണ്ടും യുദ്ധം തുടങ്ങി. ഈജിപ്തും സിറിയയും ലെബനനും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ പാലസ്തീനിയൻ അറബികൾക്ക് പിന്തുണ കൊടുത്തു, പങ്കെടുത്തു. 6 ദിവസത്തെ യുദ്ധം എന്നാണ് അത് അറിയപ്പെടുന്നത്. 1967 വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സമരിയ, ഗട്സ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഗട്സ, ഇപ്പോഴത്തെ യെറൂസലം എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തു. എന്നാലും ഇതെല്ലാം തിരിച്ചു കൊടുക്കാം, അവരൊരു ദേശരാഷ്ട്രമാവുകയും സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്താലെന്ന് ഇസ്രായേൽ നിലപാടെടുത്തു. ഈ യുദ്ധത്തിൽ കീഴടക്കിയതെല്ലാം തിരിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇല്ലേ 72 യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇല്ലേ, കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനായിരുന്നല്ലോ ഇന്ത്യയുടെ. ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ യുദ്ധം ചെയ്തു, തോറ്റു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ രണ്ടായിട്ട് വിഭജിക്കുക, ബംഗ്ലാദേശും പാകിസ്ഥാനും ആകുക. അപ്പോൾ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അത് പാകിസ്ഥാന് കൊടുക്കാമെന്ന് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഒരു കരാർ പോലെ ഇന്നതിനെ തെറ്റായിട്ടൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും. അന്നത്തെ ചരിത്ര കാലയളവിൽ അത് കറക്റ്റ് തീരുമാനമായിരുന്നു. പിൽക്കാലത്ത് ആ തീരുമാനം തെറ്റായിട്ട് നമ്മൾ കാണുമായിരിക്കാം, പക്ഷെ അന്ന് അത് ശരിയായ തീരുമാനമായിരുന്നു. ഇതുപോലെ ഇസ്രായേൽ പറഞ്ഞു, ഈ കീഴ്പ്പെടുത്തിയതെല്ലാം തിരിച്ചു തരാം, പക്ഷേ നിങ്ങൾ ദേശരാഷ്ട്രമാകണം, സമാധാനത്തിൽ ജീവിക്കണം, ഞങ്ങൾ ആക്രമിക്കരുത്. എന്നാൽ ഇസ്രായേലുമായി സമാധാനമില്ല, ഇസ്രായേലിനെ അംഗീകരിക്കില്ല, ഇസ്രായേലുമായി ചർച്ച ചെയ്യില്ല എന്ന് ഈ പാലസ്തീൻ അറബികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേലുമായി സമാധാനമില്ല, ഇസ്രായേലിനെ അംഗീകരിക്കില്ല, ഇസ്രായേലുമായി ചർച്ചയില്ല. അപ്പോൾ ആരാണ് ഈ ദ്വിരാഷ്ട്ര നിർദ്ദേശം തള്ളിക്കളഞ്ഞത്? 2ാം വട്ടം പാലസ്തീനിയൻസ് എന്ന് പറയുന്ന ഈ അറബികൾ എന്ന മുസൽമാൻ തന്നെ. പിന്നെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം രൂപപ്പെട്ടു 1982 ഇല്ലേ. അതിനു മുമ്പ് അത് രൂപപ്പെട്ടു. യാസർ അറാഫത്ത് അതിൻ്റെ നേതാവായിരുന്നു. ലോകത്തിലെ സകല രാജ്യങ്ങളിലും പൈസ കളക്ട് ചെയ്തു യാസർ അറാഫത്ത്. ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതൊരു അംബ്രല്ല ടേം ആയിരുന്നു. അതിന് ഉള്ളിൽ ഒരുപാട് ഗ്രൂപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പണം ഒഴുകി. അങ്ങൊരു മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് വേറൊരു പെണ്ണിനും കൂടി കല്യാണം കഴിച്ചു. കല്യാണങ്ങൾക്കൊരു നിയന്ത്രണം ഇല്ലല്ലോ, ഒന്നിന് പുറകെ ഒന്ന് കഴിക്കുക. ആ അവസാനം കഴിച്ച പെണ്ണ് ഈ സ്വത്ത് മുഴുവൻ അടിച്ചു കൊണ്ടുപോയെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഈ PLO നേതാവ് യാസർ അറാഫത്തും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏഹൂദ് ബാരാക്കുമായി ചർച്ചയുണ്ടായി 2000 ഈ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO രൂപപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അവിടെയും ഈ ഏഹൂദ് ബാരാക്ക് ഈ PLO നേതാവ് യാസർ അറാഫത്തുമായി ചർച്ച ചെയ്യൽ ഈ ദ്വിരാഷ്ട്ര നിർദ്ദേശം വീണ്ടും കൊണ്ടുവന്നു. ഗാസ, ഇപ്പം നമ്മൾ യുദ്ധം നടക്കുന്ന പറഞ്ഞ ഗാസ, സമരിയ അതായത് വെസ്റ്റ് ബാങ്ക്, അതിൻ്റെ 94%, വെസ്റ്റ് ബാങ്ക് 94%, ഗാസ അത് പാലസ്തീനികൾക്ക് കൊടുക്കാമെന്ന് ഏഹൂദ് ബാരാക്ക് എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. യെറൂസലം തലസ്ഥാനമായി പാലസ്തീനികൾക്ക് ദ്വിരാഷ്ട്രത്തിലെ ഒരു രാഷ്ട്രം, മറ്റൊരു രാഷ്ട്രം ഓൾറെഡി വന്നു കഴിഞ്ഞു 48 ഇസ്രായേൽ, ആ പാലസ്തീനികൾക്ക് രാഷ്ട്രമുണ്ടാക്കാമെന്നും പറഞ്ഞു. ഇസ്രായേലാണ് ഈ നിർദ്ദേശം മുന്നിട്ട് വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി. എന്നാൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഈ നിർദ്ദേശം നിരാകരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവർ ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്ന നിലപാടെടുത്തിരുന്ന ആളുകളാണല്ലോ. ഇസ്രായേലിന് ദേശരാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ അവർ ചാവേറുകൾ അയച്ച് അനേകം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. ബസ്സുകളിലും കല്യാണ മണ്ഡപങ്ങളിലും പൊതുസ്ഥലത്തും ചാവേറുകൾ പൊട്ടിത്തെറിച്ചു. 2005 ഇസ്രായേൽ ഗാസ പൂർണ്ണമായും വിട്ടു നൽകിയിട്ട് സൈന്യത്തെ പിൻവലിച്ചു. അവിടെ പാലസ്തീനിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2005 മുതൽ. അവർ ദേശരാഷ്ട്രം ഉണ്ടാക്കിയോ? പകരം ഭീകരന്മാരെ സൃഷ്ടിച്ചു. 2008 ഏഹൂദ് ഓൾമർട്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി, കൂടുതൽ പ്രദേശം വിട്ടു നൽകാമെന്ന നിലപാടെടുത്തു. എന്നാൽ പാലസ്തീൻ അതോറിറ്റി തലവൻ മുഹമ്മദ് അബ്ബാസ് ആ നിർദ്ദേശം തിരസ്കരിച്ചു 2008. അതിനു മുമ്പ് തന്നെ 2007 ഹമാസ് ഒരു പ്രഖ്യാപനം നടത്തി. ഹമാസ് ആരാന്നൊക്കെ ഞാൻ കുറച്ച് കണ്ട് പറയാം. ഇസ്രായേലിനെ ദേശരാഷ്ട്രമായി അംഗീകരിക്കില്ല. ഇസ്രായേലുമായി ചർച്ചയില്ല. ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്നും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും. അപ്പോൾ ഇനി അങ്ങോട്ടൊരു ദ്വിരാഷ്ട്ര നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് ഇസ്രായേലും നിലപാടെടുത്തു.
എത്ര പ്രാവശ്യമാണ് ഈ ഈ ദ്വിരാഷ്ട്ര നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്, ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചത്, ബ്രിട്ടൻ മുന്നോട്ട് വെച്ചത്? എന്നിട്ട് ഈ പാലസ്തീനികൾ അംഗീകരിച്ചോ? 2014 ഞാൻ 2 ആഴ്ച ഇസ്രായേലിലുണ്ടായിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിന് കൂടെയാണ് ഞാൻ ഇസ്രായേലിൽ പോയത്. അന്ന് അപ്പോൾ ഒരു 2 ആഴ്ച ഉള്ളത് കൊണ്ട് സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും കുറേ സമയമുണ്ട്, കോൺഫറൻസ് കഴിഞ്ഞ സമയമുണ്ട്. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലെ ലോബിയിൽ ഇരുന്നിട്ട് ഞാൻ ഏതൊരു പുസ്തകത്തിൻ്റെ വർക്കിലാണ്. അപ്പോൾ ഞാൻ അവിടെയാണ് ഈ സോക്കറ്റൊക്കെ ഉള്ളത്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനും അതുപോലെ ഇൻ്റർനെറ്റൊക്കെ നന്നായി രീതി കിട്ടുന്നത്. അപ്പോൾ ഞാൻ മുറിയിൽ നിന്ന് വർക്ക് ചെയ്യാതെ ഈ ഹോട്ടലിലെ ലോബിയിലിരുന്ന്, അപ്പോൾ ഒരു മനുഷ്യൻ പല പ്രാവശ്യം എന്നെ നോക്കി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം മറ്റു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് താങ്കൾ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം അമേരിക്കക്കാരനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ കാര്യം ആ പുസ്തകങ്ങളെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. അദ്ദേഹം മകനോട് പറഞ്ഞു, അദ്ദേഹം മകനും കൂടി വന്നിരിക്കുന്നത്, മകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, കത്തോലിക്ക വൈദികനാണ്, പുസ്തകം എഴുതുന്നുണ്ട്, വലിയ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹോട്ടലിൻ്റെ ആളുകളോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്. ആ നിമിഷം മുതൽ എനിക്ക് രാവിലെ കാപ്പിയും ഇടയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലും ഫ്രീ ആണ് ഹോട്ടലിൽ, പിന്നെ 10 മണിക്ക് 4 മണിക്ക് പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് കഴിക്കാനായിട്ട് ഹോട്ടലുകാർ പറഞ്ഞു. കാരണം ഒരു പുസ്തകം എഴുതുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഈ അമേരിക്കക്കാരൻ എൻ്റെ അടുത്ത് വന്ന്, അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ദ്വിരാഷ്ട്ര ഫോർമുല നമ്മളതൊക്കെയുള്ള കേട്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് കേട്ടിരിക്കുന്നത്, ഞാനത് ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ആരുമായിട്ടാണ് ചർച്ച ചെയ്യുക? ഈ പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ 100 ഗ്രൂപ്പുകളാണ്. ഈ ഹമാസ് ഈ പാലസ്തീൻ അതോറിറ്റിനെ അംഗീകരിക്കുന്നില്ല, പാലസ്തീൻ അതോറിറ്റി ഹമാസിനെ അംഗീകരിക്കുന്നില്ല. PLO എന്ന് പറയുന്നത് ഒരുപാട് സംഘടനകളുടെ ഒരു കൂടാരമാണ്. അതിൽ ആരോടാണ് സംസാരിക്കേണ്ടത്, ആരോട് സംസാരിച്ചാലാണ് പാലസ്തീനികളുടെ പ്രതിനിധികളാവുക, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം കെയോട്ടിക് ആയിട്ടൊരു സിറ്റുവേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആര്? ഇസ്രായേലല്ല, പാലസ്തീനിയൻസ് എന്ന് പറയുന്നത് ഈ അറബി മുസ്ലിംസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഗസയിലെ നിവാസികളെ ബന്ദികളാക്കി, ഇസ്രായേലിൻ്റെ ആളുകളെ മാത്രമല്ല ബന്ദികളാക്കിയിരിക്കുന്നത്, ഈ ഗസയിൽ താമസിക്കുന്ന പാലസ്തീനിയൻ അറബികളെ, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം. സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അവരെ മുൻപിൽ നിർത്തി, അവരെ മറ്റുള്ളവർ ഇസ്രായേൽ കൊന്നുകളയാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് ഹമാസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം അവിടെ? നമുക്കൊരു ഈ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ഒരു 2000 കിലോമീറ്ററെങ്കിലും ഇല്ലേ? ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് 2000 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട്. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ പൊതുവായ അതിർത്തി ഉണ്ടോ? നമുക്ക് പാകിസ്ഥാൻ പോലെയോ ചൈന പോലെയോ അതിർത്തികളുണ്ടോ? ഇല്ല. അപ്പം അതിർത്തി പ്രശ്നമാണോ? അല്ല. ഭൂമി പ്രശ്നമാണോ? അല്ല. പിന്നെ എന്താണ് ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം? എന്തിനാണ് അവർ തമ്മിൽ ശത്രുത? അതിനൊരു കാരണമുണ്ട്. അത് ഭൂമിശാസ്ത്രപരമോ രാഷ്ട്രീയമോ അല്ല, മതമാണ്. ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് ഇറാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. ഇറാൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 1979 ശേഷമുള്ള ഗവൺമെൻറ്. അവിടെ ഗവൺമെൻറ് ഒന്നും ഇല്ല, അത് ഞാൻ പറയാം. എന്തിനാണ്? ഇസ്രായേലിനെ ഇല്ലാതാക്കിയാലേ ഇറാനികളുടെ നഷ്ടപ്പെട്ട ഈമാൻ തിരിച്ചെത്തുകയുള്ളൂ എന്ന ഒരു അന്ധമായ മതഭ്രാന്ത്. അതിനായി ഇറാൻ എന്ത് ചെയ്തു? അനേകം ആഭ്യന്തര കലാപങ്ങളിലൂടെ 1979 ഷായുടെ പാഹ്ലവി കുടുംബവാഴ്ച അവസാനിപ്പിക്കുകയും ഖൊമൈനിയുടെ കുടുംബം ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഖൊമൈനി എന്ന് പറയുന്ന അവരുടെ ഒരു പുരോഹിതൻ്റെ, ഇസ്ലാമിക പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇറാൻ്റെ ഭരണം ഏറ്റെടുത്തു. ഇറാൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഈ ഖൊമൈനിയുടെ കുടുംബമാണ്, കുടുംബവാഴ്ചയാണ്, ഏകഛത്രാധിപത്യമാണ്. 1981 ഇറാൻ ഇസ്രായേലിൻ്റെ അതിർത്തിയിലുള്ള ലെബനനിൽ ഹിസ്ബുള്ള എന്ന പേരുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കാരണം എന്താ? ഇറാൻ വളരെ ദൂരെയാണ്. ഈ ലെബനൻ ഇസ്രായേൽ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. അവിടെ ഹിസ്ബുള്ള എന്ന പേരിൽ ഒരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തു ഇറാൻ. എന്തിനാണ്? ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കണം. അങ്ങനെ തുടച്ച് നീക്കിയാലേ അവർക്ക് നഷ്ടപ്പെട്ടെന്ന് അവർ കരുതുന്ന ഒരു ഇമാമുണ്ട്. നമ്മുടെ ബൈബിളിൽ ഹെനോക്കിൻ്റെ കഥ പറയില്ലേ, അതുപോലെ എവിടെയോ കാണാണ്ടായി. അദ്ദേഹം തിരിച്ചു വരുമത്രേ. തിരിച്ചു വരണമെങ്കിൽ ഇസ്രായേൽ ഇല്ലാണ്ടാകണം. ഇതാണ് വ്യവസ്ഥ. അതുകൊണ്ട് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇറാൻ
ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയ്ക്ക് ലെബനനിൽ രൂപം കൊടുത്തു. ഇസ്രായേലിനെതിരെ ഒളിയുദ്ധം നടത്താനായിട്ട് ആളും അർത്ഥവും എല്ലാം നൽകി സഹായിച്ചു. ഒരു യുദ്ധം നടത്തുന്ന സാധന പ്രഖ്യാപിച്ചിട്ടാണ്. എന്നാൽ ഭീകരന്മാർക്ക് അതിന് ആവശ്യമില്ലല്ലോ. അവർക്ക് എന്ത് യുദ്ധം ഏത് തരത്തിലും ചെയ്യാം. ഐക്യരാഷ്ട്രസഭയുള്ള ആളുകൾ അവരെ കൂടെ നിൽക്കും, കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ നിൽക്കും, കോൺഗ്രസ്സുകാർ അവരെ കൂടെ നിൽക്കും. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ യഹൂദന്മാരില്ല, നമ്മുടെ നാട്ടിൽ ഇസ്ലാമേ ഉള്ളൂ. അപ്പോൾ അവരുടെ വോട്ട് കിട്ടണം. ഈ രാഷ്ട്രീയക്കാരുടെ അവർക്ക് 5 കൊല്ലത്തേക്ക് ഭരിക്കാനായിട്ട് മുസ്ലിംസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും മറ്റാരാണെങ്കിലും ഇസ്രായേലിനെ എതിർത്തുകൊണ്ടിരിക്കും. ഇസ്രായേൽ എത്ര സത്യം ചെയ്താലും അതിനെ എതിർത്തുകൊണ്ടിരിക്കും. കാരണം വോട്ടാണ് പ്രശ്നം, വോട്ട് ബാങ്കാണ് പ്രശ്നം. അത് തിരിച്ചറിയാൻ പറ്റാത്ത കുറെ കോന്തന്മാരായ ക്രിസ്ത്യാനികളും നമ്മുടെ നാട്ടിലുണ്ട്. 1970കളിലും 80കളിലും ഗസയിലെ മുസ്ലിമുകൾ ഖുറാൻ പഠിക്കുകയാണെന്ന് കരുതിയിട്ട് ഇസ്രായേലി സർക്കാരുകൾ ഇപ്പോഴത്തെ ഹമാസിന്റെ മുൻഗാമിയും 1928 ആരംഭിച്ച ഇസ്ലാമിക ബ്രദർഹുഡിന്റെ പോഷക സംഘടനയുമായ മുജാമ അൽ ഇസ്ലാമിയ എന്ന സംഘടനയെ ചാരിറ്റി സംഘടനയായി രജിസ്റ്റർ ചെയ്തു. ഓർക്കുക, ഈ ഹമാസിന്റെ മുൻപത്തെ രൂപത്തെ. ഇസ്ലാമിക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അനുവദിച്ചു, ക്ലബ്ബുകളും മോസ്കുകളും പണിതു കൊടുത്തു, സ്കൂളുകൾ ആരംഭിച്ചു. എന്നാൽ 1989 ഇറാന്റെ പിന്തുണയിൽ ഹമാസ് ഇസ്രായേലിനെതിരെയുള്ള ഒളിയുദ്ധത്തിനുള്ള കോപ്പുകൂട്ടി. പരിശീലനം നൽകുന്നത് ഇറാന്റെ മിലിറ്ററി, ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള പരിശീലനം കൊടുക്കുന്നത് ഇറാന്റെ മിലിറ്ററി. ഇസ്രായേൽ അതിർത്തിയിലുള്ള ഗസയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ള നശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ 2007 ഹമാസ് യുദ്ധത്തിലൂടെ ഗസ പിടിച്ചെടുത്തു. വാസ്തവത്തിൽ അതിനു മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2005 തന്നെ ഇസ്രായേൽ അവിടെ നിന്ന് പട്ടാളത്തെ പിൻവലിച്ചിരുന്നു. ഈ ഗാസ ഇങ്ങനെ വെറുതെ അവിടെ പട്ടാളത്തെയും ഒക്കെ നിയമിച്ച് എന്തിനാണ് കാശ് കളയണേ എന്ന് വിചാരിച്ചാണ് ഇസ്രായേൽ പിന്തിരിഞ്ഞത്. ഗാസ പാലസ്തീനയുടെ കയ്യിൽ കിട്ടി, ഹമാസിന്റെ കയ്യിൽ കിട്ടി. അവർ ദേശരാഷ്ട്രം ഉണ്ടാക്കിയോ? 2005 20 കൊല്ലം മുമ്പ് ഗാസ പാലസ്തീനയുടെ കൈവശമായിരുന്നു. ഇസ്രായേൽ അവിടെ അധിനിവേശമില്ലായിരുന്നു. അവരവിടെ ദേശരാഷ്ട്രം ഉണ്ടാക്കിയോ? സമാധാനത്തിൽ ജീവിച്ചോ? ഇല്ല. അവിടെ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യാനും ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തിനാണ് ഈ ദ്വിരാഷ്ട്രം എന്നിവർ പറയുന്നത്? അവർക്ക് രാഷ്ട്രം ഉണ്ടാക്കാനല്ല, ഇസ്രായേൽ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല, അവരുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇസ്രായേലിനെ ഉന്മൂലനം നശിപ്പിക്കുക, മുച്ചൂട് നശിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യമേ പാലസ്തീനികൾക്കുള്ളൂ. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന യമൻ, അടുത്തൊരു ഇല്ലേ സിറിയ, യമൻ, ആ സ്ഥലങ്ങൾ 90കളിൽ ഹൂത്തികൾ എന്ന സംഘടനയെ ഇറാൻ സൃഷ്ടിച്ചു. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി, 3 ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി. യമനിൽ ആഭ്യന്തര കലാപം തുടങ്ങി. കൊച്ചു കുട്ടികളെ പോലും പട്ടാളക്കാരാക്കി. നിങ്ങളതിൻ്റെ ഈ യമനിലെ ഹൂത്തികളുടെ യുദ്ധം മറന്ന് ഗൂഗിളിലോ മറ്റൊന്ന് അടിച്ചു നോക്കിക്കോളൂ. അപ്പോൾ കാണാം, കൊച്ചു കുട്ടികളെ പട്ടാള യൂണിഫോം ഇട്ടിട്ട് നിർത്തിയിരിക്കുക. ഇല്ലേ, സ്ത്രീകളെ കൊല്ലാൻ വിട്ടുകൊടുക്കുക, കുട്ടികളെ കൊല്ലാൻ വിട്ടുകൊടുക്കുക. അപ്പോൾ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയും. ഇറാന്റെ കയ്യും കാലുമായിട്ട് ഈ 3 ഭീകര സംഘടനകൾ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇറാന്റെ പട്ടാളമാണ് അവർക്ക് പരിശീലനം നൽകുന്നത്. ഇറാൻ ഭരണകൂടം എന്ന് പറയുന്ന ഈ പറഞ്ഞ ഖൊമൈനിയുടെ കുടുംബവാഴ്ചയാണ് ഫണ്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ഉദാഹരണം മാത്രം നോക്കിയാൽ അറിയാം. ബഹ്റൈൻ, ഈജിപ്റ്റ്, റഷ്യ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ 2015 മുസ്ലിം ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. കാരണം ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ കീഴിലാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും എല്ലാം വർക്ക് ചെയ്യുന്നത്. ബഹ്റൈൻ, ഈജിപ്റ്റ്, റഷ്യ, സൗദി അറേബ്യ, UAE എല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവരെന്തിനാണ് മുസ്ലിം ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്? അത്രയും ക്രൂരമായ കൃത്യങ്ങളാണ് ഈ മുസ്ലിം ബ്രദർഹുഡും അതിൻ്റെ പോഷക സംഘടനയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഖത്തറും തുർക്കിയുമാണ് മുസ്ലിം ബ്രദർഹുഡിനെ പണം കൊടുത്തും ആളെ കൊടുത്തും സഹായിക്കുന്നത്. അതായത് ഈ ഖത്തറിന് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് പറഞ്ഞേ, ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല, ഹമാസിന്റെ നേതാക്കന്മാർക്ക് അഭയം കൊടുത്തിരിക്കുന്നു. ആ സ്ഥലമാണ് ആക്രമിച്ചത്. അതിൽ ചെറിയൊരു പിഴവ് പറ്റി. ഞാൻ ആക്രമണത്തിന് യുദ്ധത്തിന് വേണ്ടി പറയല്ല, അത് നല്ലതുമല്ല. പക്ഷേ ഇതിനകത്ത് ഒരു വശം മാത്രം പറയുന്നത് ശരിയാണോ?
ഈ ഇസ്രായേലിനെ നശിപ്പിക്കുക, അവരവർ ചർച്ച ചെയ്യില്ല, അവർ അംഗീകരിക്കില്ല, അവർ മുച്ചൂടും നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞെടുത്തവർക്ക് ഖത്തർ അഭയം കൊടുക്കുമ്പോൾ ഇത് ശരിയാണോ? അപ്പൊ അതിന്റെ അർത്ഥം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഖത്തറും അംഗീകരിക്കുന്നല്ലേ? ഇങ്ങനെ ഈ യമൻ, യോർദാൻ, ലെബനൻ, ഇങ്ങനെ സകല രാജ്യങ്ങളിലൂടെ, സിറിയ, ഇങ്ങനെ ഇസ്രായേലിന്റെ അയൽപ്പക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളിലൂടെ ഇസ്രായേലിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ, ഇറാൻ ഭരണകൂടം ഞാൻ പറഞ്ഞല്ലോ, ഖുമൈനി കുടുംബത്തിന്റെ മതസ്വച്ഛാധിപത്യം. അവരാണ് നിയമം ഉണ്ടാക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, നടപ്പാക്കുന്നത്. എല്ലാ ദിവസവും എന്താണ് അവർ മുദ്രാവാക്യം പോലെ കുട്ടികളോട് പറഞ്ഞു നോക്കുന്നത്? ഇസ്രായേലിനെ നശിപ്പിക്കുക, അമേരിക്കയെ കൊല്ലുക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ ദിവസവും മുദ്രാവാക്യം പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് SDPIയുടെ വലിയ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? അരിയും മലരും വാങ്ങിവെച്ചോ ഹിന്ദുക്കളെ, കുന്തിരിക്കം കരുതി വെച്ചോ മര്യാദയ്ക്ക് നസ്രാണി എന്ന് SDPI കൊച്ചു പിള്ളേരെ കൊണ്ട് വിളിച്ചത് ഓർക്കുന്നില്ലേ? അരിയും മലരും വാങ്ങിവെച്ചോ ഹിന്ദുക്കളെ, കുന്തിരിക്കം കരുതി വെച്ചോ മര്യാദയ്ക്ക് നസ്രാണി എന്ന് കൊച്ചു കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത് SDPI കേരളത്തിൽ. കുട്ടികളുടെ കയ്യിൽ തോക്ക് കൊടുക്കുക, ബോംബ് കൊടുക്കുക, ചാവയറാക്കുക, ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക, ആശുപത്രിയിൽ നിന്ന് റോക്കറ്റ് അയക്കുക, ക്ലിനിക്കിൽ നിന്ന് ഡ്രോൺ അയക്കുക. എന്നിട്ട് അതിന് നമ്മളാരും പ്രതിരോധിച്ചാൽ ആശുപത്രി ആക്രമിച്ചേ, കുട്ടികളെ കൊന്നേ, സ്ത്രീകളെ കൊന്നേ എന്ന് ലോകത്തോട് വിളിച്ചു പറയുക. ലോക മാധ്യമങ്ങൾ മുഴുവൻ അത് പ്രചരിപ്പിക്കുക. ഈ 3 ഹിസ്ബുള്ള, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, പിന്നെ യോർദാനിലെ ഗസയിലെ ഹമാസ്, ഈ 3 ഭീകര സംഘടനയിലൂടെ ഇറാൻ ഇസ്രായേലിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ആണവ ഉപകരണങ്ങൾ ഉണ്ടാക്കിയാൽ, ബോംബ് ഉണ്ടാക്കിയാൽ ഇസ്രായേൽ കാത്തിരുന്നോടെ എന്നാണ് ചോദിക്കുന്നത്. ഈ ഇസ്രായേൽ എത്ര വലുപ്പമുണ്ട് രാജ്യം? വളരെ ചെറിയ രാജ്യം. ഒരു ബോംബിട്ടാൽ അതിൽ തീരും. ആ ബോംബിട്ടതിന് ശേഷം പ്രതികരിക്കാമെന്നാണോ ഇസ്രായേൽ കരുതേണ്ടത്? ആരെങ്കിലും ബാക്കി ഉണ്ടാകുമോ അങ്ങനെ പ്രതികരിക്കാൻ കരുതിയാൽ? അതുകൊണ്ടാണ് അവർ ആണവബോംബ് ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറാൻ പോലെ വലിയ രാജ്യമല്ല ഇസ്രായേൽ, ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ എത്രയും ഉണ്ടാവും ഈ ഇസ്രായേൽ? നടന്നു തീർക്കാനുള്ള ദൂരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അവിടെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാക്കില്ലേ ബാക്കി. അപ്പോൾ ബോംബ് ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ലേ പ്രതികരിച്ചാൽ മതി എന്ന് പറയുന്നത് മര്യാദയാണോ? ഇസ്രായേലിന് സ്വന്തം ദേശരാഷ്ട്രത്തിന്റെ അതിർത്തികളും പൗരന്മാരും സംരക്ഷിക്കാനും അവരെ സുരക്ഷിതരാക്കാനും കടമയില്ലേ? വേണം. അവർ അത് ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒരാളുടെ അസ്തിത്വം അനേകർക്ക് ഭീഷണിയാണെങ്കിൽ അവൻ ഇല്ലാണ്ടാക്കുന്നത് നല്ലത്. 2 തിന്മകൾക്കിടയിൽ ചെറിയ തിന്മ തിരഞ്ഞെടുക്കണമെന്ന. 2 തിന്മകൾക്കിടയിൽ ചെറിയ തിന്മ തിരഞ്ഞെടുക്കണം. ഒരാൾ അനേകരെ കൊല്ലുമെങ്കിൽ ഒരാൾ അനേകരെ കൊല്ലും ഉറപ്പാണെങ്കിൽ അനേകരെ ജീവൻ രക്ഷിക്കണോ, ഒരുത്തൻ്റെ ജീവൻ രക്ഷിക്കണോ? ഒരുത്തൻ്റെ ജീവൻ ബലി കൊടുത്തിട്ട് അനേകരെ രക്ഷിക്കുകയാണ് വേണ്ടത്. അതാണ് ലെസർ ഈവിൾ തിരഞ്ഞെടുക്കാൻ പറയണേ. പക്ഷേ ഈ കുട്ടികളെ കൊല്ലുന്നേ, സ്ത്രീകളെ കൊല്ലുന്നേ എന്ന് ലോകമാധ്യമങ്ങളും ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും ചിലപ്പോൾ കത്തോലിക്ക സഭയെ പോലും അങ്ങനെ വിശ്വസിക്കുന്നു, പറയുന്നു, പ്രചരിപ്പിക്കുന്നു. കുട്ടികൾ മരിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അവർ പറയാണ്. നമ്മളോട് സംസാരിക്കും പറയാണ്. ആരാണ് അംഗീകരിക്കുന്നത്? ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അത്, പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നു. സ്ത്രീകളെ കൊല്ലുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആരാണ് അംഗീകരിക്കുന്നത്? ഇസ്രായേലും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നു. സിവിലിയൻസിനെ, അതായത് പൗരന്മാരെ കൊല്ലുന്നത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. ആരാണ് അംഗീകരിക്കുന്നത്? ഇസ്രായേലും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നു. പൗരന്മാരും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടാലേ ഹമാസിന് അന്താരാഷ്ട്ര സപ്പോർട്ട് കിട്ടൂ. അതുകൊണ്ട് ഹമാസാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും പൗരന്മാരെയും കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പോയി കൊല്ലുകയല്ല ചെയ്യുന്നത്. ഹമാസിന് ആ ഇസ്രായേൽ ബന്ദികളെ വിട്ടുകൊടുത്താൽ എന്താ കുഴപ്പം? ഇനിയും വെച്ചോണ്ടിരിക്കല്ലേ? അത് വിട്ടുകൊടുത്താൽ യുദ്ധം അവസാനിക്കില്ലേ? എന്തിനാണ് ഗസയിലെ പാലസ്തീനികളെ, പൗരന്മാരെ ബന്ദികളാക്കി ഹമാസ് വെച്ചിരിക്കുന്നത്? എന്തിനാണ് ആശുപത്രിയിൽ ബോംബ് സൂക്ഷിച്ചിരിക്കുന്നത്?
എന്തിനാണ് അറകളിൽ മുഴുവൻ ഡ്രോണുകളും ആയുധങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല? ഇനി ആരാണ് പാലസ്തീൻകാർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യാത്തത്? ഹമാസ് അല്ലേ? ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്രസഭയല്ലേ, നേതൃത്വമല്ലേ? കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഹമാസ് ഇല്ലേ ഇസ്രായേൽ കടന്നാക്രമിച്ച് 1000 ചില്ലാനം വരെ കൊന്നപ്പോൾ ആ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചവരാണ് ഈ ഐക്യരാഷ്ട്രസഭ എന്ന് ഓർക്കണം. എന്തുമാത്രം അഴിമതിയാണ് ഈ ഐക്യരാഷ്ട്രസഭയിലെ. എന്നിട്ട് അവിടുത്തെ നയതന്ത്രപതികളൊക്കെ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോയപ്പോൾ എന്താണ് കാര്യം? എഴുന്നേറ്റ് പോകേണ്ടതാണ്. അത്രമാത്രം അധപതിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ. സ്ത്രീകളെ കൊലക്കി കൊടുക്കേണ്ടത്, കുട്ടികളെ കൊലക്കി കൊടുക്കേണ്ടത് ഹമാസിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ആവശ്യമാണ്. എങ്കിലേ ഇസ്രായേലിനെതിരെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ അഭിപ്രായ ഐക്യം ഉണ്ടാകൂ. ഇസ്രായേലിനെ പഴിക്കണമല്ലോ. അതിലൊരു ലോകം അവരുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമെന്ന് ആർക്കാണ് അറിയാവുന്നത്? ഹമാസിന്. മുഖ്യധാര മാധ്യമങ്ങൾ വഴി അവരുടെ ഫണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഇവരുടെ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ സത്യം പറഞ്ഞേനെ, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ ഉള്ള മാർഗമായിട്ട് അവർ കാണുന്നുണ്ടാകണം. അവർക്ക് സത്യം അറിയാനോ ചരിത്രം അറിയാനോ താല്പര്യമില്ല. അറിഞ്ഞാലും പറയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സത്യത്തിന് എതിരെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അറാഫത്തിൻ്റെ എത്ര ബില്യൺ ഡോളറുകളാണ് ലോകത്തിനും അമേരിക്ക അടക്കമുള്ള സകല രാജ്യങ്ങളും കൊടുത്തത്? ഈ ബന്ദികളെ മോചിപ്പിക്കാൻ 7 ബില്യൺ ഡോളറാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ പണം എടുത്തു, പക്ഷേ ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചില്ല എന്നാണ്. ആ പണം ഉപയോഗിച്ചിട്ടാണ് ആണവ ബോംബുകൾ ഉണ്ടാക്കാനായിട്ട് പോയത്. അതുകൊണ്ടാണ് അമേരിക്ക അത് ആക്രമിച്ചത്. ഇതൊക്കെയാണ് സത്യം, ഇതൊക്കെയാണ് ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ കേൾക്കുന്നതെല്ലാം വേറെ വേറെ കഥകളാണ്. നമ്മൾ ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്ന നുണകൾ, അവരെന്തോടെ നുണ ഉണ്ടാക്കുന്നതും അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കണമെങ്കിൽ ആരെ വാങ്ങിക്കുക? ഇന്ത്യയിൽ യഹൂദന്മാരില്ല. അപ്പോൾ യഹൂദന്മാർക്കെതിരെ എഴുതിയാൽ അവരെ എതിർക്കുന്ന കുറേ പേര് നമ്മുടെ നാട്ടിലുണ്ട്. യഹൂദന്മാരെ എതിർക്കുന്നവർ, അത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ടാകായിരിക്കാം. അപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കും. മുഖ്യധാര മാധ്യമങ്ങൾ വാങ്ങിക്കും. ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇറാന് യുദ്ധം വേണം, ഹമാസിന് യുദ്ധം വേണം. ഒരു ലോകാവസാന യുദ്ധത്തിലൂടെ, അർമാഗഡൻ എന്ന് പറയില്ല വെളിപാട് പുസ്തകം, അതും അവർ നിശ്ചയിക്കുന്ന യുദ്ധമുറയിലൂടെ അവർ ഈ ഇസ്രായേൽ നശിപ്പിച്ചാൽ, ഭൂമുഖത്ത് ഇല്ലാതാക്കിയാൽ, ഏനോക്കിനെ പോലെ കാണാണ്ട് പോയ ഒരു ഇമാം അവർക്കുണ്ടെന്നും ആ ഇമാം തിരിച്ചു വരുമെന്നും ഇറാനിലെ ഈ തീവ്രവാദ സർക്കാർ വിചാരിക്കുന്നു. ഈ ലോകത്തിലെ മതങ്ങൾക്ക് ദുഷ്പേരുണ്ടാക്കിയത് ആരാണ്? മതങ്ങളുടെ പേര് ദുഷിപ്പിച്ചത് ആരാണ്? ഇസ്ലാമിൻ്റെ യുദ്ധക്കൊതിയല്ലേ? അതിന് തടയിടാൻ, പ്രതിരോധിക്കാൻ കുരിശുദ്ധം വേണ്ടി വന്ന ക്രിസ്ത്യാനികൾക്ക്. അപ്പോൾ ക്രിസ്ത്യാനികൾ കുറ്റക്കാരായി. ഇപ്പം ഇസ്രായേൽ വിചാരണ നേരിടുന്നത് പോലെ കുരിശുദ്ധങ്ങൾക്ക് ക്രിസ്ത്യാനികൾ കുറ്റക്കാരായി. ചരിത്രങ്ങൾ മുഴുവൻ എഴുതി വിട്ടു കുരിശുദ്ധം. നമ്മളെവിടെ യുദ്ധം ചെയ്യാൻ പോയത്? ക്രിസ്ത്യാനികൾ എവിടെ യുദ്ധം ചെയ്യാൻ പോയേ? നമ്മളെ കീഴ്പ്പെടുത്താൻ വന്നപ്പോൾ നമ്മൾ പ്രതിരോധിച്ചു. ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന പോലെ. അപ്പോൾ ക്രിസ്ത്യാനികൾ കുറ്റക്കാരായി. ലോക മതങ്ങൾ ഒഴുക്കിയ രക്തച്ചൊരിച്ചിൽ കണക്കില്ലെന്നാണ് എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആര് രക്തപ്പുഴ ഒഴുക്കി? ഒരേ ഒരു മതം, സമാധാന മതക്കാരൻ അറിയപ്പെടുന്ന മതം മാത്രം. ഈ ഐക്യരാഷ്ട്രസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു എഴുന്നേറ്റപ്പോൾ കുറേ നയതന്ത്ര പ്രതിനിധികൾ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് സത്യം തന്നെ. പക്ഷെ വേറെ ചിലർ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞൊരു പ്രസ്താവന, അത് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഇസ്രായേലിന് സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയാലേ അവിടെ സമാധാനമുണ്ടാകൂ. ശരിയല്ലേ? ഇസ്രായേലിന് സമാധാനത്തിൽ ജീവിക്കണ്ടേ? ഇന്ത്യയിൽ സമാധാനക്കുറവ് ആരുണ്ടാക്കണേ? അവരാവശ്യപ്പെട്ട പോലെ രാജ്യം കൊടുത്തില്ലേ പാകിസ്ഥാൻ? അന്ന് രണ്ട് വശത്തും പാകിസ്ഥാൻ ഇല്ലേ, കിഴക്കും പടിഞ്ഞാറും ഇന്ത്യയിൽ വിഴുങ്ങാൻ പോലെ നിൽക്കുന്ന പോലെയായിരുന്നു. പിന്നെ ഇപ്പം പാകിസ്ഥാനായി, ബംഗ്ലാദേശായി, അവർക്ക് അവരുടെ രാജ്യം കിട്ടിയില്ലേ? ദ്വിരാഷ്ട്രമായില്ലേ? ഇപ്പം 3 രാഷ്ട്രമായി. എന്താണ് കിട്ടിയത് ഇല്ലേ? അതിൽ തൃപ്തിപ്പെടാതെ ഇങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കണേ? എന്താ ഇതൊരു ആർത്തി?
ആവശ്യപ്പെട്ട രാജ്യം കിട്ടി, അതിൽ സമാധാനത്തിൽ ജീവിക്കണ്ടേ? ഇവര് സമാധാനത്തിൽ ജീവിക്കോ? പാലസ്തീനികൾ ദ്വിരാഷ്ട്രം ഉണ്ടാക്കിയാൽ, ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടാക്കിയിട്ട് അവർ സമാധാനത്തിൽ ജീവിച്ചോ? നമ്മൾ അവരെ ആക്രമിക്കാൻ പോയോ? അവരിങ്ങോട്ടല്ലേ നുഴഞ്ഞ കയറ്റം? അപ്പൊ ഇതെന്താ ചരിത്രത്തിന്റെ പാഠം പഠിക്കാത്തെ? അവിടെ ദ്വിരാഷ്ട്രം ഉണ്ടാക്കിയാൽ പാലസ്തീനികൾ സമാധാനത്തിൽ ജീവിക്കുമോ? ഇല്ല, ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇസ്രായേലിന്റെ സുരക്ഷയും ഉറപ്പാക്കാതെ അവിടെ സമാധാനം ഉണ്ടാകില്ല. പാലസ്തീനികൾക്ക് 1936 മുതൽ 1937 മുതൽ ഈ ദ്വിരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും പാലസ്തീൻ രാഷ്ട്രങ്ങൾ ഇത് നിർദ്ദേശിച്ചിട്ട് സ്വീകരിക്കാതിരുന്നത് ഒരൊറ്റ രാജ്യം മാത്രമാണ്, പാലസ്തീനികളാണ്. ഇസ്രായേൽ 1948 രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജ്യം വേണ്ടാത്തത് പാലസ്തീനികൾക്കാണ്, ഇസ്രായേലികൾക്കല്ല. അവർക്ക് രാജ്യമായി കഴിഞ്ഞു. ഇറാന്റെ മുമ്പത്തെ പ്രസിഡന്റ് ഷിമോൻ പെരസ് പറഞ്ഞൊരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. യുദ്ധത്തിൽ വിജയം വരിച്ചാൽ അത് വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. സമാധാനമാണ് യഥാർത്ഥ വിജയം. ഒരു നിവൃത്തിയുമില്ലാത്തപ്പോൾ മാത്രമാണ് ഞങ്ങൾ ആയുധം കയ്യിലെടുക്കുന്നത്. സ്വയരക്ഷയ്ക്ക്, ദേശരാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക്, ഞങ്ങളുടെ പൗരന്മാരുടെ രക്ഷയ്ക്ക്. അങ്ങനെയെങ്കിൽ ദ്വിരാഷ്ട്രമാണ് പാലസ്തീന സമാധാനത്തിന് പരിഹാരമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇറാഖ്, ഇറാൻ, ഇന്ത്യ, ഈജിപ്റ്റ്, സിറിയ, ലിബിയ, നൈജീരിയ, കോങ്കോ, മൊസാംബിക്, പാകിസ്ഥാൻ, ചൈന, ലെബനൻ, സൊമാലിയ, നോർത്ത് കൊറിയ എന്നിങ്ങനെ 56 രാജ്യങ്ങളിൽ 30 കോടി ക്രിസ്ത്യാനികളെയാണ് ഇസ്ലാം ആക്രമിക്കുന്നത്. ഇപ്പോൾ 200 കോടി ക്രിസ്ത്യാനികളിൽ 30 കോടി ക്രിസ്ത്യാനികൾ മതമർദ്ദനത്തിന് വിധേയമാണ്. കൂട്ടക്കൊല മാത്രമല്ല, നിർബന്ധ മതപരിവർത്തനം, ബലാത്സംഗം, ലൈംഗിക അടിമത്തം, മനുഷ്യക്കടത്ത്, നർക്കോട്ടിക് ജിഹാദ്, അങ്ങനെ അനേകം ക്രൂരമായ മാർഗങ്ങൾ. ഈജിപ്റ്റ് ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ? കോപ്റ്റിക് ക്രിസ്ത്യൻസ്. ലെബനോൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ ഈ അടുത്ത കാലം വരെ, 1985 വരെ? ഇപ്പോഴത്തെ അറബ് രാജ്യങ്ങളായ പേർഷ്യ ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ? അവരെല്ലാം ഇസ്ലാമിന്റെ മതപ്രസംഗം കേട്ട് മുസൽമാനായതാണോ? അല്ല. യുദ്ധം, ഭീഷണി, ബലാത്സംഗം, അടിമത്തം, ലഹരി മരുന്നുകൾ, അങ്ങനെ അനേകം മാർഗങ്ങൾ. 2011 ഇറാഖിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം 12 ലക്ഷമായിരുന്നു. കൊന്നൊടുക്കി 2011 വരെ ക്രിസ്ത്യാനികൾ ഇറാഖിൽ 12 ലക്ഷം. 2024 വെറും 1 ലക്ഷമാണ്. 13 കൊല്ലം കൊണ്ട് ഇത്രയും പേരെ കൊന്നൊടുക്കി. അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. യഹൂദ, സൊറവാസ്ട്രിയൻ, ക്രിസ്ത്യൻ ഇവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിറിയയിൽ 15 ലക്ഷമായിരുന്നു 2011 ക്രിസ്ത്യാനികൾ. ഇപ്പോൾ വെറും 3 ലക്ഷമാണ്. 13 കൊല്ലം കൊണ്ടാണ് ഇവർ ഇല്ലാണ്ടാക്കിയത്. 1940കളിലും 70കളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ലെബനോൻ, ഞാൻ 85 വരെ എന്ന് പറഞ്ഞു, 40കളിലും 70കളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ലെബനോൻ ഇപ്പോൾ ക്രിസ്ത്യാനികൾ 32%. ഇപ്പം അതിനേക്കാൾ കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് 20 പറയണു. നമ്മുടെ ജീവിതകാലത്ത് 10-13 കൊല്ലം കൊണ്ടുണ്ടായ കാര്യം പറയണേ, 500-700 കൊല്ലം കൊണ്ടുണ്ടായ സംഗതികളല്ല. എന്തിനാണ് അച്ഛൻ ഇത്രയും പറഞ്ഞത്? എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ നാട് സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ദൈവം മനുഷ്യനായ ആളാണ് ഈശോ മിശിഹായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവൻ എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമിൽ. അത് ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈജിപ്തിൻ്റെ കയ്യിലാണ്. അവിടെ ക്രിസ്ത്യാനികളുണ്ടോ? ഉള്ളവർക്ക് സമാധാനമുണ്ടോ? ഈശോ ജനിച്ച സ്ഥലം സംരക്ഷിക്കപ്പെടണ്ടേ? ദൈവം മനുഷ്യനായി വന്ന ആളാണ്, ഭൂമിയിൽ വന്ന ആളാണ്. അവൻ എവിടെയാണ് ജീവിച്ചത്? നസറത്ത്. അത് സംരക്ഷിക്കപ്പെടണ്ടേ? അവൻ എവിടെയാണ് വെള്ളത്തിന് മീതെ നടന്നത്? ഗലീലി തടാകം. കഫർനാവിൽ അവന് ഇല്ലേ താമസിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തി. അവൻ മരിച്ചു യെറൂസലേമിൽ, ഉയർത്തെഴുന്നേറ്റ് ജെറൂസലേമിൽ. ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? ദൈവം മനുഷ്യനായി വന്ന ആളാണ്. അവൻ നടന്ന സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ഈ പാലസ്തീനികളുടെ കയ്യിൽ പോകാൻ പാടില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ യഹൂദനായിരുന്നു. മറിയം യഹൂദ സ്ത്രീയായിരുന്നു. പത്രോസും പൗലോസും യഹൂദനായിരുന്നു. തോമാസിലൊക്കെ യഹൂദനായിരുന്നു. അതിനാൽ ക്രിസ്ത്യാനികൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കണം. മറിച്ചായാൽ ഈ ചരിത്ര സ്ഥലങ്ങളും ചരിത്ര രേഖകളും ചരിത്ര സ്മാരകങ്ങളും തുടച്ചു മാറ്റപ്പെടും. അത് നശിപ്പിക്കലാണ് സമാധാന മതക്കാരുടെ മുഖ്യമായ അജണ്ട. അത് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. 2,
ഇപ്പോഴും നാം ദ്വിരാഷ്ട്ര പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പാലസ്തീനികൾക്കും വേണ്ട, ഇസ്രായേലിനും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടായാൽ പോലും പാലസ്തീനികൾ അത് സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുകയില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന്. 3, നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പൊതുവായി മാത്രമല്ല, കേരളത്തിൽ പോലും ഇസ്ലാമിൻ്റെ ആക്രമണം ഉണ്ടായാൽ സഭാ നേതൃത്വം മിണ്ടില്ല. ഹിന്ദുക്കൾ ആക്രമിച്ചാൽ നാം പ്രതികരിക്കും. ഇസ്ലാമിനെതിരെ മിണ്ടിയാൽ അത് വർഗീയതയാകും അത്രേ. ഹിന്ദുക്കൾക്കെതിരെ മിണ്ടിയാൽ അത് വർഗീയതയാകില്ല. ഏത് രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് അവസരം കൊടുത്തോ അവിടെയെല്ലാം ഒട്ടകത്തിന് തലവയ്ക്കാൻ സ്ഥലം കൊടുത്ത പോലെയാണ്. അസമാധാനം മാത്രമല്ല, മറ്റ് മതങ്ങളുടെ മരണവുമാണ്. ഇത് അനുവദിക്കണോ? സഹവർത്തിത്വം, സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ അത് നടക്കണമെങ്കിൽ 2 കൂട്ടരും സമാധാനത്തിന് ശ്രമിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിക്കണം. ഒരു കൂട്ടർ മാത്രം സമാധാനം ആഗ്രഹിക്കുകയും മറ്റൊരു കൂട്ടർ യുദ്ധം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ സമാധാനത്തിൽ സഹവർത്തിത്വം ഉണ്ടാകും? മര്യാദയ്ക്ക് മതപ്രഭാഷണം നടത്തിയോ സുവിശേഷം പ്രസംഗിച്ചോ ആളുകൾ മതപരിവർത്തനം ചെയ്തോട്ടെ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത് ഇതാണ്: സമാധാനപരമായിട്ട് മതപ്രസംഗം നടന്നിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നെങ്കിൽ വളരെ നല്ല കാര്യം. സുവിശേഷ പ്രസംഗം നടത്തിയിട്ട് ആളുകൾ ക്രിസ്ത്യാനികളാകുന്നെങ്കിൽ ആയിക്കോട്ടെ. അതുപോലെ ഹിന്ദുക്കളുടെ സുവിശേഷം, അവരുടെ വേദങ്ങൾ പ്രസംഗിച്ചോട്ടെ. ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് മതം സ്വീകരിക്കാം. പക്ഷേ യുദ്ധം, ബലാത്സംഗം, ലഹരി മരുന്ന്, ലവ് ജിഹാദ്, ഇങ്ങനെ വൃത്തികെട്ട മാർഗങ്ങളിലൂടെ മതത്തിന് വേണ്ടി നടക്കുന്നത് ശരിയല്ല. അത് തടയുക തന്നെ വേണം. കൊലപാതകവും യുദ്ധവും മതം പ്രചരിപ്പിക്കുന്ന മാർഗമാക്കാൻ പാടില്ല. BJPയുടെയോ RSSന്റെയോ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന കാസയുടെ ഭാഷയാണല്ലോ അച്ഛനെന്ന് ചിലർ പറയാം. ഞാൻ കാസയുടെ, ഈ BJPയുടെയോ RSSന്റെയോ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന കാസയോട് എനിക്ക് യോജിപ്പില്ല. അതിൻ്റെ പൊളിറ്റിക്കൽ നിലപാടിന് എനിക്ക് യോജിപ്പില്ല. കാസ എന്ന ഷോർട്ട് ഫോം പേരിനോട് പോലും എനിക്ക് യോജിപ്പില്ല, എതിർപ്പുണ്ട് താനും. യോജിപ്പില്ലെന്ന് മാത്രമല്ല, എതിർപ്പുണ്ട് താനും. എന്നാൽ കാസ ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുടെ വികാരം കാസയുടെ പ്രതികരണങ്ങളിൽ നേളിക്കുന്നുണ്ട്. അത് നമ്മുടെ സഭാ നേതൃത്വം പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ എങ്ങനെയാ സഭാ നേതൃത്വം പരിഗണിക്കുകയെ? കർത്താവിനെ പരസ്യമായി സ്ഥിരമായി അവമാനിക്കാൻ സമവായ കുർബാന അനുവദിച്ചു കൊടുത്തതോടെ മിണ്ടാൻ സാധിക്കാത്ത വിധം ആത്മീയ ശക്തി ചോർന്നു പോയവരാണ് സഭാ നേതൃത്വം. അവരുടെ ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നു. കാരണം കർത്താവിനെ പരസ്യമായി സ്ഥിരമായി അവമാനിക്കാൻ രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഒരു സഭാ നേതൃത്വം ഇതിനേക്കാൾ അഴിയാനില്ല, ഇതിനേക്കാൾ ദുഷിക്കാനില്ല. അതിനാൽ അവർ ആത്മീയ ശക്തി ചോർന്നു പോയിരിക്കുന്നു, ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിധേയപ്പെട്ട് കർത്താവിന് സ്ഥിരമായി അവമാനിച്ചു കൊണ്ടിരിക്കുന്ന സഭാ നേതൃത്വത്തിന് ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. അവർക്ക് കർത്താവിനോട് സ്നേഹമില്ല, കർത്താവിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരെക്കുറിച്ച് കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം: മരിച്ചവർ മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. സഭാ നേതൃത്വത്തെക്കുറിച്ച് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്: മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയിലെ സന്യാസമൂഹത്തിലെ ഒരു ഗ്യാദറിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വിശുദ്ധനായ ഒരു വൈദികൻ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്: റിലീജിയസ് ലൈഫ് ഈസ് ഡെഡ് ഇൻ ഇന്ത്യ, വി ആർ സിംപ്ലി പ്രൊലോങ്ങിങ് ദ ഫ്യൂണറൽ. ഇന്ത്യയിലെ മതജീവിതം മരിച്ചുപോയി, നമ്മൾ കബറടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ റിലീജിയസ് ലൈഫ് ഈസ് ഡെഡ് ഇൻ ഇന്ത്യ, വി ആർ സിംപ്ലി പ്രൊലോങ്ങിങ് ദ ഫ്യൂണറൽ. ക്രിസ്തീയ മതജീവിതം ഇന്ത്യയിൽ ചത്തുപോയി, മോർച്ചറിയിലാണ്. നമ്മൾ അതിൻ്റെ മൃതസംസ്കാരം, കബറടക്കം മാറ്റിവെച്ചിരിക്കുക. അതെ, സഭാ നേതൃത്വം ചത്തുകഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ശവസംസ്കാരത്തിന് സമയം പിന്നീട് അറിയിക്കുന്നതാണ്. മൃതസംസ്കാരം കഴിഞ്ഞ് ബന്ധുമിത്രാദികൾ കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോകാവൂ. ബന്ധുമിത്രാദികൾ ഇതൊരറിയിപ്പായി സ്വീകരിക്കേണ്ടതാണ്.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.